നെത്തോലി പീര വറ്റിച്ചത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നെത്തോലി ഉപ്പിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ആദ്യം അരപ്പുണ്ടാക്കിയെടുക്കാം. അതിനായി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാം മിക്സി ജാറിലേക്ക് ആദ്യം തന്നെ ഇട്ടുകൊടുക്കാം. പെട്ടെന്ന് ക്രഷായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം സ്ലൈസ് ചെയ്തും ചോപ്പ് ചെയ്തും എടുത്തിട്ടുള്ളത്. അടുത്തത് തേങ്ങ ചിരകിയത്, എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ജാറിലേക്ക് ഇടുകയാണ്. ഇനി ഇത് ഒരു 4 പ്രാവശ്യം പൾസ് ചെയ്തെടുക്കണം. മൺചട്ടി ചൂടാക്കിയെടുക്കാം. ആവശ്യമായ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ചട്ടി പുകഞ്ഞു പോകാതിരിക്കാൻ ചെയ്യുന്ന ഒരു വിദ്യയാണിത്. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിൽ കടുകിട്ട് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരപ്പ് അതിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും അരപ്പിൻ്റെ റോ ടേസ്റ്റ് എല്ലാം പോയി കിട്ടും. നെത്തോലി പീര വറ്റിക്കുന്നതിൻ്റെ മറ്റൊരു റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലോങ് വീഡിയോസ് എല്ലാം ഞാൻ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് മറ്റ് വീഡിയോസ് കൂടി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു രീതിയിലും ഞാൻ ഈ നെത്തോലി പീര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തംബ്നെയിൽ റെസിപ്പി 2 എന്ന് കാണിച്ചിരിക്കുന്നത്. ഇതേമാതിരി ചെറിയ നെത്തോലിയാണ് പീര വറ്റിക്കാൻ നല്ലത്. വലിയ നെത്തോലിയാണെങ്കിൽ കറി വയ്ക്കുകയോ വറുക്കുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അരപ്പ് വഴറ്റി കഴിഞ്ഞു. മിക്സി ജാറിൽ ബാക്കിയുള്ള അരപ്പ് കുറച്ച് വെള്ളമൊഴിച്ച് കലക്കി ഇതിലേക്ക് തന്നെ ഒഴിക്കണം. ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുക്കാൻ പാടില്ല. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. അതിനുശേഷം കുടംപുളി ചെറുതായി നുറുക്കിയെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു സ്പൂൺ വെച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നെത്തോലി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് അരപ്പും നെത്തോലിയും ഒരു സ്പൂൺ വെച്ച് തന്നെ സാവകാശം മിക്സ് ചെയ്തെടുക്കണം. മീൻ ഉടഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് മെല്ലെ ചെയ്യണം എന്ന് പറഞ്ഞത്. മീനും അരപ്പും കൂമ്പാരം കൂട്ടി വെക്കാനും പാടില്ല. അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം തിളയ്ക്കുമ്പോൾ അടച്ചു വെക്കുകയും വേണം. മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരുന്ന് വേകട്ടെ. അതിനുശേഷം ഓപ്പൺ ചെയ്യാം. ചട്ടി ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുകയും വേണം, ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ കരിഞ്ഞു പിടിക്കില്ല. ഒരു 5 മിനിറ്റ് കൂടി അത് അടച്ചു വെച്ച് വേവിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഓപ്പൺ ചെയ്യാം. ഗ്രേവി എല്ലാം വറ്റി പാകമായിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ചട്ടിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് വെക്കുകയും വേണം. നെത്തോലി പീര വറ്റിച്ചത് റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പ്ലേലിസ്റ്റ് എടുത്ത് മറ്റ് വീഡിയോസ് കൂടി കാണാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.